പെങ്ങളൂട്ടിക്കൊരു വീട് അങ്ങനെയാട്ടോ ഇപ്പോൾ ബിഗ് ബോസിനെ എല്ലാവരും കളിയാക്കി പറയുന്നത്. അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. നന്ദനയുടെ സ്വപ്നമാണല്ലോ വീട്, അത് സാധ്യമാകട്ടെ. പക്ഷേ ഗെയിം കളിക്കുമ്പോൾ കുറച്ചൊക്കെ എത്തിക്സ് വേണ്ടേ എന്ന് തോന്നിപ്പോകും. അതുപോലത്തെ ഒരു പ്രകടനമായിരുന്നു അവസാനത്തെ ആ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ഗെയിമിൽ നടന്നത് കേട്ടോ. ആ ഒരു ബാഗിൽ നിന്ന്, ആ ഒരു ചാക്ക് കൊണ്ടുള്ള ബാഗിൽ നിന്ന് ആ തെർമോബോൾസ് ഇങ്ങനെ പുറത്തേക്ക് കളയുമ്പോൾ നന്ദനയുടെ പുറകിൽ നിന്ന് സിജോ പെങ്ങളൂട്ടീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാഗിൽ തൊടുന്നത് പോലുമില്ല നന്ദനയുടെ. അതേപോലെ തന്നെ ശ്രദ്ധിച്ചവർക്കറിയാം, ഈ ഒരു ഗെയിമിൽ ഇരയാകേണ്ടി വന്നത് ജിൻഡോയാണ്. ജിൻഡോയെ പോലെ തന്നെ ഇരയാകേണ്ടി വന്ന ഒരാളാണ് അർജുനും. സായി ജിൻഡോയുടെ ബാഗിൽ നിന്ന് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിൽക്കുന്നത് നന്ദനയാണ്. സായിയുടെ ബാഗിൽ നിന്ന് അത് കളയണം, പക്ഷേ നന്ദന അതിന് ശ്രമിക്കുന്ന പോലുമില്ല. വെറുതെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പുറകെ നടക്കുകയാണ്. നന്ദനയുടെ പുറകിലുള്ള സിജോ ആട്ടെ നന്ദനയുടെ ബാഗിൽ തൊടുന്നത് പോലും ഇല്ല കേട്ടോ. സായിയുടെ ബാഗിൽ നിന്ന് സാധനങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നന്ദന പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ച് നിൽക്കുന്നത് പോലെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഗ്രൂപ്പ് ഗെയിമാണ്, ഗ്രൂപ്പ് ഗെയിം ആയിക്കോട്ടെ, പക്ഷേ ആ പാവം ചിൻഡോ ഇരയായിപ്പോയി. അപ്പോൾ അവിടെ ശ്രീത് വിളിച്ചു ചോദിക്കുന്നുണ്ട് നന്ദന ഗെയിം കളിക്കുന്നേ ഇല്ല എന്ന്. അപ്പോൾ നന്ദന പറഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ സായിച്ചേണ്ട ബാഗിൽ പിടിച്ചിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ നോറ പറഞ്ഞാൽ മനസ്സിലായി, ഇപ്പോൾ ഗെയിം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ജിൻഡോ ഔട്ടായി. അർജുനും ജിൻഡോയും ഇരയായപ്പോൾ വിജയിച്ചത് ഒന്നാം സ്ഥാനത്ത് സിജോ വന്നു ആ ഗെയിമിൽ, രണ്ടാം സ്ഥാനത്ത് സായി, മൂന്നാമത് പെങ്ങളൂട്ടിയായിട്ടുള്ള നന്ദനയ്ക്ക് അങ്ങനെ ഒരു പോയിന്റ് കിട്ടിയിട്ടോ. ആ ഒരു പോയിന്റിന് വേണ്ടിയാണ്, പെങ്ങളൂട്ടിക്ക് ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സിജോയും സായിയും ഗെയിം കളിച്ചത്. അങ്ങനെ സിജോയുടെയും സായിയുടെയും ഗെയിം ജയിക്കുകയും പാവം ജിൻഡോ ഇരയാകേണ്ടി വരികയും ചെയ്തു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.